നമസ്കാരം. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും വ്യത്യസ്തമായ അനുഭവങ്ങൾ വന്ന് ചേരും എന്ന് തന്നെ പറയാം. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. തൊടുകുറി സത്യമുള്ള ശാസ്ത്രം തന്നെയാകുന്നു. അതിനാൽ പറയുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമാകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഇവിടെ തന്നിരിക്കുന്നത് 2 ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തെ ചിത്രം ചന്ദ്രദേവന്റെ ചിത്രമാകുന്നു. രണ്ടാമത്തെ ചിത്രം സാക്ഷാൽ മഹാദേവന്റെ ചിത്രമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ആദ്യം കാണുന്ന ചിത്രം ഏതാണോ ആ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയായി ഏവരും നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇഷ്ടദേവതയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും ഓം നമഃശിവായ എന്ന ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. കൂടാതെ ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ അമാവാസ്യ ദിന പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ചന്ദ്രദേവന്റെ ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ജീവിതത്തിൽ അമിതമായ ഭാരം നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. കൂടാതെ കഠിനാധ്വാനത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥ ഇപ്പോഴുണ്ട് എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഷ്ടതകളുണ്ട്. അതേപോലെ ദുരിതങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നു. സമ്മർദ്ദങ്ങളുണ്ട്. ഉത്തരവാദിത്തങ്ങൾ നിരവധിയുണ്ട് നിറവേറ്റുവാൻ. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ മുന്നിലൂടെയാണ് നിങ്ങൾ പോകുന്നത് എന്ന് തന്നെ പറയാം. എന്നാൽ ഏറ്റെടുത്ത് ഈ കാര്യങ്ങൾ, അതായത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം എന്ന് തന്നെ നിസ്സംശയം പറയാം. എന്നിരുന്നാൽ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ നഷ്ടപ്പെടുത്തുന്ന നിരവധിയാർന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധ നഷ്ടപ്പെടുത്തുന്ന അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെല്ലുവിളികൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വെല്ലുവിളികളുണ്ട്. അത്തരം വെല്ലുവിളികൾ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. തീർച്ചയായും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. എത്ര കഷ്ടപ്പെട്ടാലും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം പൊറുതിമുട്ടിയ അവസ്ഥയാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ അത്തരത്തിൽ വന്നു ചേർന്നിരിക്കുന്ന സകല ദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന അവസരങ്ങൾ സംജാതമാകും എന്ന് തന്നെ പറയാം. ധനക്ലേശങ്ങളുണ്ട്. എത്ര തന്നെ ലാഭിച്ചാലും ഇരട്ടിയായി തന്നെ ഉടനെ ചെലവായി പോകുന്ന അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹിച്ചിട്ടും സ്നേഹം തിരിച്ചു ലഭിക്കാത്ത അവസ്ഥയുണ്ട്. അവഗണന ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. എന്നാൽ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യം, ഈ വേദനകൾ മാറുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. കാരണം പരീക്ഷണഘട്ടത്തിൻ്റെ അവസാനമാണ് ഇപ്പോൾ. അതിനാൽ തന്നെ പരീക്ഷണം ജീവിതത്തിൽ നിന്നും അകലുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരീക്ഷണഘട്ടം അകന്ന് ജീവിതത്തിലേക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. ആരുമില്ലാത്ത അവസ്ഥ ജീവിതത്തിലുണ്ട്. അത് ജീവിതത്തിൽ നിന്നും അകന്ന് പോവുക തന്നെ ചെയ്യും. ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും. തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്ന് ഉയർച്ച നേടുവാൻ സാധിക്കും. ഇനിയെല്ലാം മാറിമറിയും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. സന്തോഷം, സമാധാനം എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കഷ്ടപ്പെട്ടതിൻ്റെ ഫലങ്ങൾ, പൂർണ്ണമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്വമായ മനസ്സിന് ഉടമകളാണ് നിങ്ങൾ. ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇനി എന്തു വന്നാലും വിജയം മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ദൃഢമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആ കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. നഷ്ടപ്പെട്ടതെല്ലാം തന്നെ
തിരികെ ലഭിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ തന്നെ തിരിച്ചടി നൽകുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ട്. അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ പല കാര്യങ്ങളും തിരികെ ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ പരമശിവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് സന്തോഷം പകർന്നു നൽകുന്ന കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം നൽകുവാൻ സാധിക്കുന്ന, പ്രീതി നൽകുവാൻ സാധിക്കുന്ന വസ്തുക്കൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പുതിയ തൊഴിൽ അല്ലെങ്കിൽ സ്വയം തൊഴിൽ നേടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അംഗീകാരങ്ങൾ തേടിയെത്തുന്ന അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാകും. സ്വന്തം കഴിവിനാൽ ശ്രദ്ധിക്കപ്പെടുന്ന അവസരങ്ങളാണ് വന്നു ചേരുക. അതിനാൽ തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ വർദ്ധിക്കും. കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ വിജയം കരസ്ഥമാക്കുവാൻ, വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ സംജാതമാകും. അർപ്പണബോധം ജീവിതത്തിലേക്ക് കടന്നു വരും. ഏകാഗ്രത നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ തന്നെ ജീവിതത്തിൽ നാൾക്കുനാൾ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായ ഭദ്രത സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാകുന്നു. വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ, വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ലക്ഷ്യത്തിനു വേണ്ടി ശ്രമിക്കുകയാണ് എങ്കിൽ അതിൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും വിജയിക്കുവാനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കും. കൂടാതെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സഹായകരമായി തീരും. ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതാകുന്നു. എന്നാൽ അതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് അത് ശരിയായ രീതിയിൽ ചെയ്ത് പ്രശംസ നേടുവാൻ സാധിക്കത്തക്ക രീതിയിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. മികച്ച വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. സ്നേഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. മറ്റുള്ളവരുടെ സ്നേഹം വർദ്ധിക്കുന്ന അവസരങ്ങളാണ് ഉണ്ടാവുക. കുടുംബവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചെലവഴിക്കുവാൻ അവസരങ്ങൾ വന്നു ചേരും. അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം പകർന്നു നൽകുന്ന കാര്യമാണ് എന്നുകൂടി ഓർക്കുക. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുകൂടി അറിയേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികപരമായ ഉയർച്ച, നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. കൂടാതെ ആസൂത്രണത്താൽ നിങ്ങൾക്ക്, അതായത് കഠിനാധ്വാനം നിങ്ങൾക്ക് ചെയ്യുന്നതിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. എന്നാൽ ആസൂത്രണത്തിലൂടെ കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കും. നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, വിദ്യയിൽ ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. ആസൂത്രണത്തിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. ആരോഗ്യം അല്പം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മനസ്സിൻ്റെ ആരോഗ്യം പ്രധാനമാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. മനസ്സിൻ്റെ ആരോഗ്യം അത് ശരിയായ രീതിയിൽ നിലനിർത്തുക. അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരാധീനം നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഈശ്വരാധീനം നിങ്ങളിലുണ്ട്. എന്നാൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. പരമശിവനെ നിത്യവും ആരാധിക്കുന്നതും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ട് എങ്കിൽ അത് മാറ്റുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ചുറ്റുമുള്ളവരെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു. വിശ്വാസം കൈവിടാതെ മുന്നോട്ടു പോവുക. തീർച്ചയായും നിങ്ങൾക്ക് അത് നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും നൽകുക തന്നെ ചെയ്യും.